അധ്യായം 12 പ്രത്യേക രോഗം. ചിക്കാഗോ നഗരത്തിലെ ജലത്തിലൂടെ പടരുന്ന അമീബിക് രോഗത്തെക്കുറിച്ച് സൂപ്പർ ജെജെയും മായയും അവരുടെ രഹസ്യ ലബോറട്ടറിയിൽ അന്വേഷണം നടത്തുകയായിരുന്നു. മേശപ്പുറത്ത് നഗരത്തിന്റെ ഒരു വലിയ ഡിജിറ്റൽ മാപ്പ് ഉണ്ടായിരുന്നു. അതിൽ രോഗം കൂടുതൽ പടർന്ന സ്ഥലങ്ങൾ ചുവന്ന തിളക്കത്തിൽ കാണിച്ചു. ജെജെ മായ പറഞ്ഞു. അവളുടെ ശബ്ദത്തിൽ ആശങ്കയുണ്ടായിരുന്നു. ഈ ഹോട്ട്സ്പോട്ടുകളെല്ലാം നദിയുമായി ബന്ധിപ്പിക്കുന്ന ഒരു പൊതുകാര്യം ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. ഒരു പ്രത്യേക ഡ്രെയിനേജ് പാത. ഇത് ഒരു ആശുപത്രിയുടെ അടുത്താണ് അവസാനിക്കുന്നത്. സൂപ്പർ ജെജെ അവന്റെ കണ്ണട നേരെയാക്കി. ഒരു ആശുപത്രിയോ? എന്നാൽ അതൊരു തെറ്റായ സൂചനയായിരിക്കാം മായ. ഒരു ആശുപത്രിക്ക് എങ്ങനെ മലിനീകരണത്തിന്റെ ഉറവിടമാകാൻ കഴിയും? എന്നാൽ അവന്റെ മനസ്സ് മറ്റെന്തോ പറഞ്ഞു. ഉടൻ തന്നെ ജെജെ അവന്റെ പവർ സ്യൂട്ടിൽ നഗരത്തിന് മുകളിലൂടെ പറന്നുയർന്നു. നഗരത്തിലെ ഏറ്റവും പഴക്കം ചെന്നതും എന്നാൽ ഏറ്റവും വലുതുമായ കെട്ടിടങ്ങളിലൊന്നായ ചൈൽഡ് മെമ്മോറിയൽ ഹോസ്പിറ്റലിന്റെ പുറകുവശത്ത് ജെജെ ഇറങ്ങി. നദിയോട് ചേർന്നുള്ള ഒരു വലിയ കോൺക്രീറ്റ് പൈപ്പിലേക്ക് അവന്റെ അക്വാസ്കാൻ ഉപകരണം അവൻ ചൂണ്ടി. ഉപകരണം ഉടൻ തന്നെ അലറാൻ തുടങ്ങി. അമീബിക് മലിനീകരണം അതിഭയങ്കരമായ അളവിൽ. സ്ക്രീനിൽ ചുവന്ന മുന്നറിയിപ്പുകൾ മിന്നിമറഞ്ഞു. ഹോസ്പിറ്റലിൽ നിന്നുള്ള ഒരു ഡ്രെയിനേജ് ലൈനിൽ നിന്നാണ് മാലിന്യം പുറത്തുവരുന്നതെന്ന് ജെജെയ്ക്ക് മനസ്സിലായി. ഇത് വിശ്വസിക്കാൻ കഴിയില്ല, ജെജെ പിറുപിറുത്തു. ആ വലിയ പൈപ്പ് എവിടെ നിന്ന് വരുന്നു എന്ന് കണ്ടെത്താൻ അവൻ തീരുമാനിച്ചു. ഹോസ്പിറ്റലിന്റെ അടിയിലുള്ള പഴയതും ഇരുണ്ടതുമായ ഒരു സർവീസ് ടണലിലേക്ക് അവൻ സാഹസികമായി പ്രവേശിച്ചു. ദുർഗന്ധം സഹിക്കാൻ വയ്യാത്തതായിരുന്നു. കുറച്ചു ദൂരം നടന്നപ്പോൾ പൈപ്പുകളുടെ ഒരു കെട്ടും വാൽവുകളും നിറഞ്ഞ ഒരു രഹസ്യമുറിയിൽ അവനെത്തി. ഒരു പഴയ ഡയൽ പ്ലേറ്റിൽ റിവർ ഡിസ്ചാർജ് എന്നെഴുതിയ ഒരു വലിയ വാൽവ് അവൻ കണ്ടു. അതിന്റെ അടുത്തായി ഒരു കമ്പ്യൂട്ടർ സ്ക്രീൻ തിളങ്ങി നിന്നു. ജെജെ വേഗത്തിൽ കമ്പ്യൂട്ടർ സ്ക്രീൻ പരിശോധിച്ചു. അവിടെ തെളിഞ്ഞുവന്ന റിപ്പോർട്ട് അവനെ ഞെട്ടിച്ചു. ചെലവ് കുറയ്ക്കുന്നതിനുള്ള മാലിന്യ നിർമ്മാർജ്ജന പ്രോട്ടോകോൾ നദിയിലേക്ക് ഒഴുക്കുക. ഹോസ്പിറ്റലിന്റെ ലാഭക്കൊതിയാണ് ഈ രോഗത്തിന് കാരണം. അവൻ ഉടൻ തന്നെ മായയെ വിളിച്ചു. മായ, എനിക്ക് ഉറവിടം കിട്ടി. ചൈൽഡ് മെമ്മോറിയൽ ഹോസ്പിറ്റൽ. അവർ ചെലവ് കുറയ്ക്കാൻ മാലിന്യം നേരിട്ട് നദിയിലേക്ക് ഒഴുക്കുകയാണ്. ഇത് വിശ്വസിക്കാൻ കഴിയില്ല. ജെജെ, ഇത്രയും വലിയൊരു സ്ഥാപനം? മായയുടെ ശബ്ദമിടറി. അവർ നിയമലംഘനം മാത്രമല്ല ചെയ്യുന്നത്, നിരപരാധികളായ ആളുകളെ കൊല്ലുകയുമാണ്. ജെജെ തന്റെ മുഷ്ടി ചുരുട്ടി. ഇതുടൻ നിർത്തണം. എന്നിട്ട് ഞാൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റുമായി സംസാരിക്കും. Subscribe for more. Thank you.